വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അതിനെ ആസ്പദമാക്കി ഈ പെസഹയുടെ ശ്രദ്ധയിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെസഹയുടെ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസമായി ഇവിടെ നാം കൊണ്ടാടുന്നു. വിശുദ്ധ കുർബാനയുടെ പിറന്നാൾ സംഭവിക്കുന്നതായിട്ടുള്ള ദിനമാണ് ഈ പെസഹ ദിനം എന്ന് പറയുന്നത്. അന്നാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. കർത്താവ് പുതിയ ഉടമ്പടി, ന്യൂ കവനന്റ് ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ആ പുതിയ ഉടമ്പടിയെ വീണ്ടും ഓർക്കുന്നതായിട്ടുള്ള ഒരു ദിവസമാണ് ഈ പെസഹ വ്യാഴാഴ്ച. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന കുർബാനയ്ക്ക് അതൊരു വലിയ പ്രത്യേകത. അതിനെ ആസ്പദമാക്കി ചുരുക്ക സമയം കൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ നാം വായിക്കുന്നത് ശിഷ്യന്മാര് കർത്താവിനോട് വന്ന് ചോദിക്കുകയാണ്, നീ പെസഹ കഴിക്കാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള വലിയൊരു ഒരുക്കമാണ്, ഒരു പ്രിപ്പറേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട. പലപ്പോഴും നാം വിശുദ്ധ കുർബാന വളരെ ലാഘവത്തോടെ, വളരെ യാന്ത്രികമായി, വളരെ ആചാരപരമായി അത് അനുഷ്ഠിച്ചു പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി, ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി പെസഹ ഒരുക്കുകയും. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞങ്ങൾ എവിടെയാണ് നിനക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടത്? നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ കർത്താവ് ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കർത്താവ് ഭയങ്കര വ്യക്തതയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വ്യക്തത അവിടെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. കർത്താവോട് പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, കഷ്ടമനുഭവിക്കുന്നതിന് മുമ്പേ ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ വളരെ വാഞ്ചിച്ചു. കഷ്ടതയ്ക്ക് മുമ്പേ ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ വളരെ വാഞ്ചിച്ചു. വളരെ ആഴമായ അവസ്ഥയാണ്. കർത്താവ് വളരെയധികം വാഞ്ചിച്ച് ആചരിച്ചതായിട്ടുള്ള ഒരു പെസഹ ദിനമാണ്, ഒരു പെസഹ കാലം. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിന്റെ വലിയ വാഞ്ചയാണ്, കർത്താവിന്റെ അഗമ്യമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. കർത്താവിന്റെ ആ വലിയ ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നാം ഈ വിശുദ്ധ കുർബാനയിലൂടെ പങ്കാളികളായിരിക്കുക. വിശുദ്ധ കുർബാനയെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലൂടെ ആ വിശുദ്ധ ആഗ്രഹം, കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത്ര വിശുദ്ധമായിട്ടുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നാം പങ്കാളികളായിരിക്കുക. നമ്മുടെ കർത്താവിന്റെ പ്ലാനിങ്ങോടുകൂടിയാണ്, ഒരുക്കം മാത്രമല്ല, വളരെ പ്ലാനിങ്. അതിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ കർത്താവ് വളരെ ഭംഗിയായിട്ടാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതായിട്ടുള്ള കാര്യമാണ്. അത് പറയുന്നത്, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾ നിങ്ങൾക്കെതിരെ വരും. വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾ നിങ്ങൾക്കെതിരെ, അവൻ നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സാധാരണ സ്ത്രീകളാണ് ആ കാലത്ത് കുളത്തിനകത്ത് വെള്ളം ചുമക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, കുളത്തിനകത്ത് വെള്ളം ചുമക്കുന്ന ഒരു പുരുഷനെ നിങ്ങൾ കാണുന്നു. ഈ പുരുഷനെ ലൊക്കേറ്റ് ചെയ്യുവാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് വളരെ എളുപ്പമായി. ഇവിടെ നമ്മൾ കാണുന്നത്
ഈ പെസഹ അത്താഴം ആരംഭിക്കുന്നത് വെള്ളത്തിലൂടെയാണ്. ഒന്നുമല്ല, ഇതിന്റെ കർത്താവ് വെള്ളത്തിലൂടെയാണ് പെസഹ ആരംഭിക്കുന്നത്. അത് വലിയൊരു അടയാളമാണ്. വെള്ളം പല നന്മകളുടെയും അടയാളമാണ്, ജീവന്റെ അടയാളമാണ്, ഫലഭൂയിഷ്ഠതയുടെ അടയാളമാണ്, വിശുദ്ധിയുടെ അടയാളമാണ്, കുളിർമയുടെ അടയാളമാണ്, ഭക്ഷണത്തിന്റെ അടയാളമാണ്, ശമനത്തിന്റെ അടയാളമാണ്, പുതുജീവന്റെ അടയാളമാണ്. ഇങ്ങനെ പല നന്മകളുടെ അടയാളമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. ഈ പെസഹയുടെ സമയത്ത് സാധാരണ നമ്മുടെ നാട്ടില് വെള്ളത്തിന്റെ മൂല്യം നമ്മൾ അറിയുന്ന ഒരു സമയമാണ്. വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാൽ ഈയിടെയായിട്ട് നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന്റെ അത്രയും ക്ഷാമം നമ്മൾ അറിയുന്നു. ഇപ്പോൾ കർത്താവിന്റെ പെസഹ ആരംഭിക്കുന്നത് ജലത്തിലൂടെയാണ്, വിശുദ്ധിയിലൂടെയാണ്, കുളിർമയിലൂടെയാണ്, ജീവനിലൂടെയാണ്, പുതുജീവനിലൂടെയാണ്. അതുകൊണ്ട് ഈ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുക്കത്തോടുകൂടെ വേണം ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് എപ്പോഴും അവശരായിട്ടുള്ളവരെ, ദരിദ്രരായിട്ടുള്ളവരെ, ആവശ്യത്തിലുള്ളവരെ, വളരെയധികം സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെ, അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് ശുശ്രൂഷ നടത്തുന്നത്. അവരോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട്, അവരോട് കൂടെ പാർത്തുകൊണ്ട്, അവരോട് കൂടെ ഇന്ന് കുടിച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ, സ്നേഹത്തിന്റെ ശുശ്രൂഷ, സൗഖ്യമായ ശുശ്രൂഷ ഒക്കെ നിർവഹിച്ചു. ഇന്നത്തെ പെസഹയില് ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത് അങ്ങനെയല്ല, സാധാരണ ചെയ്യുന്നത് പോലെയല്ല. കർത്താവ് ഒരു വൻ മാളിക ഒരുക്കപ്പെട്ടു, വളരെ ഭംഗിയായി, വൃത്തിയായി, മനോഹരമായി ഒരുക്കപ്പെട്ട ഒരു മാളികയിലാണ്, വിരിച്ചൊരുക്കിയതായിട്ടൊരു മാളികയിലാണ് അവർ പെസഹ ആചരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാനയെ ഒരിക്കലും ലഘൂകരിച്ച് കാണുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഇടവക ജീവിതത്തിൽ ഒരു വലിയ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു ഉദാശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷണീയ സംഭവത്തെ വിളിച്ചു നോക്കുന്നതായിട്ടുള്ള ഉദാശം. അതുകൊണ്ട് വളരെ ആദരവോടുകൂടെ, വളരെ ശ്രേഷ്ഠതയോടുകൂടെ, വളരെ യോഗ്യമായിട്ടുള്ള വിധത്തിൽ ശ്രദ്ധാപൂർവം ആചരിക്കുവാനായിട്ട് ഇടയാണ് വിശുദ്ധ കുർബാന ആചരിക്കുവാനായിട്ട്. രണ്ടാമതായിട്ട് ഈ പെസഹ ദിനത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയാണ്. പഴയ ദിനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് ഉടമ്പടി സ്ഥാപിക്കുന്നു. എന്നാൽ ആ ഉടമ്പടിയിൽ നിന്നും ഇസ്രായേൽ മക്കൾ അകന്നു പോവുകയാണ്. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളെന്റെ സ്വന്തം ജനമാണ്, നിങ്ങളെന്റെ സ്വന്തം ജനവും ഞാൻ നിങ്ങൾ ദൈവവുമാണ്. അല്ല, നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ വിഗ്രഹാരാധനകളിൽ തങ്ങളുടെ ജീവിതം അർപ്പിച്ചുകൊണ്ട് മറ്റു സങ്കേതങ്ങൾ തേടി അവരവരെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. കർത്താവ് വിശ്വസ്തനായി ഒരു പുതിയ ഉടമ്പടി, വിശ്വസ്തതയുടെ ഉടമ്പടി. കർത്താവ് വിശ്വസ്തനാണ്, മരണം വരെയും വിശ്വസ്തനായി നിലകൊണ്ടു. സ്വന്തം ശരീരവും സ്വന്തം രക്തവും ആ വിശ്വസ്തതയുടെ അടയാളമായി നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തെ സ്വന്തം രക്തം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് മുദ്ര വച്ചിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയാണ്.
തന്റെ ജീവൻ നൽകി നമുക്ക് വേണ്ടി ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു. ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ പുതിയ അനുസരണത്തിന്റെ കർത്താവ് പിതാവായ ദൈവത്തെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു എന്നാണ് പുതിയ ഉടമ്പടിയുടെയും പുതിയ അനുസരണത്തിന്റെയും ഒരു ഉദാഹരണം. കർത്താവ് നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു. നാം കർത്താവിനോട് വിശ്വസ്തതയുള്ളവരാകുവാൻ ഇടയാകും. മൂന്നാമതായിട്ട് നാം അവിടെ കാണുന്നത് കർത്താവിന്റെ സാന്നിധ്യമാണ്. കർത്താവിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് പിന്നെ ദിവസം സ്ഥാപിച്ചതായിട്ടുള്ള ഈ വിശുദ്ധ കുർബാന മനുഷ്യരോടൊത്തുള്ള ദൈവത്തിന്റെ നിത്യ വാസത്തിന്റെ ഒരു അടയാളം. ദൈവം ഇനി മനുഷ്യരോടൊത്ത് നിത്യമായി വസിക്കുകയാണ്. അതിന്റെ അടയാളമാണ്, നിത്യമായ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് വിശുദ്ധ കുർബാന. പഴയ നിയമങ്ങൾ വായിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നതെന്ന് നമുക്കറിയാം. മേഘസ്തംഭത്തിലൂടെ, അഗ്നി ഊരിലൂടെ, സമാഗമന കൂടാരത്തിലൂടെ എല്ലാം ദൈവം തന്റെ സാന്നിധ്യം അറിയിച്ചു. എന്നാൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് തന്റെ ശരീരവും തന്റെ രക്തവും നമുക്ക് നൽകിക്കൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കും കർത്താവ് തന്നെ ലഭ്യമാക്കിയിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 42-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ, എനിക്ക് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കും. എനിക്ക് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കും. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നമുക്ക് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ കുർബാന നാം അനുഭവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, നിത്യമായ ദൈവത്തിന്റെ വാസം മനുഷ്യരോടൊത്ത്, എന്നോടൊത്ത്, നിങ്ങളോടൊത്ത്, നാം എല്ലാവരോടൊത്ത് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. നാലാമതായിട്ട് നാം അവിടെ കാണുന്ന ഒരു കാര്യം, ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു ലയനമാണ്. ദൈവവും മനുഷ്യനെ ഒരുമിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ. യൂണിയൻ മാത്രമല്ല, ഒരു കമ്മ്യൂണിയനാണ്, ലയനമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ലയിച്ച് ചേർന്നതായിട്ടുള്ള ഒരു സമയമാണ് വിശുദ്ധ കുർബാന. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്റെ രക്തം കുടിക്കുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കും. അതാണ് വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം. നാം ദൈവവുമായിട്ട് ലയിച്ചു ചേരുകയാണ്. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നതായിട്ടുള്ള ദൈവവും നാമും ഒന്നാകുന്നതായിട്ടുള്ള ഒരു ലയനത്തിന്റെ അനുഭവമാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ നല്ല അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ടിയായി അവസാനമായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തന്നിട്ട് പോകുന്നു. പുതിയ കൽപ്പന അനുഷ്ഠിക്കുവാനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയുടെ സമയമാണ് വിശുദ്ധ കുർബാന. എന്താണ് പുതിയ കൽപ്പന? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാണ് പുതിയ കൽപ്പന. എന്നാൽ അവിടെ ഒരു റൈഡർ കൊടുക്കണം. അവിടെ ഒരു സവിശേഷത കർത്താവ് അവിടെ കൊടുക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം സ്നേഹിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും. എന്നിട്ട് കർത്താവ് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത്, തന്റെ സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവനെ നൽകുന്നതിൽ പരമായിട്ടുള്ളൊരു സ്നേഹം വേറൊന്നുമില്ല. തന്റെ സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിലും പരമായിട്ടുള്ളൊരു സ്നേഹം മറ്റൊന്നുമില്ല.
അപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. സ്വന്തം ജീവൻ നൽകിയാണ് നമ്മെ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിന്റെ മൂല്യം, സ്നേഹത്തിന്റെ മാനം, ഡിഗ്നിറ്റി കർത്താവിന്റെ സ്നേഹത്തിലൂടെ ഉയർന്നിരിക്കില്ല. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പകർന്നു തരുന്ന വലിയ മാതൃക എന്ന് പറയുന്നത് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം അങ്ങനെയും സ്നേഹിക്കണം. അതിനെ ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമായിട്ടുള്ള പെസഹ വ്യാഴം നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിലകൊള്ളുവാൻ ചെയ്യുവാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മേവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുവാണ്.